പ്രിയമുള്ളവരെ, ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് ഇന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവിയും ഒപ്പം ഇസ്രായേലിൻ്റെ മുൻ സൈനിക മേധാവിയും ഇസ്രായേലി ഇൻ്റലിജൻസും ഒക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് അത്ര ബുദ്ധിപരമായ തീരുമാനമായിരിക്കില്ല, വെനിസ്വലയെ പോലെ ആയിരിക്കില്ല. ഇറാൻ അതുകൊണ്ട് വളരെ പക്വമായ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഇറാനെ ആക്രമിക്കുന്ന തീരുമാനത്തിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങുന്നതാണ് നല്ലത് എന്ന ഉപദേശമുണ്ടാകുന്നു എന്ന രീതിയിലാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റും ആക്സിയോസുമാണ്. ഡാൻ കെയ്ംസ്, അതായത് അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവിയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെനിസ്വലയെ പോലെ അത്ര ഈസി ടാർഗറ്റ് അല്ല ഇറാൻ. അതുകൊണ്ട് ഇറാനോട് കളിച്ചാൽ ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ചും അമേരിക്ക ഇപ്പോൾ ആ മേഖലയിൽ ഒരുക്കി വച്ചിരിക്കുന്ന ആയുധങ്ങളും സന്നാഹങ്ങളും കപ്പലുകളും ഒന്നും പോരാ ഇറാനോട് ഏറ്റുമുട്ടി നിൽക്കുവാൻ. എന്നതുകൊണ്ട് ഉചിതമായ തീരുമാനം എടുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് ഈ വാഷിങ്ടൺ പോസ്റ്റും ആക്സിയോസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാനാണ് പ്രസിഡന്റ്, തൻ്റെ ഉത്തരവ് അനുസരിക്കാനുള്ള ഒരാൾ മാത്രമാണ് ഈ സംയുക്ത സൈനിക മേധാവി എന്നാണ് ഫിനാൻഷ്യൽ ടൈംസും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു എന്ന് മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അമേരിക്കയിൽ രണ്ടഭിപ്രായം ഉണ്ടാകുന്നു. അമേരിക്കയിലെ സംയുക്ത സൈനിക മേധാവി കുറച്ചുകൂടി ഉചിതമായ ഒരു തീരുമാനം ഇറാനെ ആക്രമിക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ വളരെ പക്വമായ ഒരു തീരുമാനം എടുക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ഉപദേശിക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അത് നിരസിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും കാണുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, ഇറാൻ്റെ ശക്തിയെക്കുറിച്ച് ഇസ്രായേലിന് ധാരണയില്ലെന്ന് മുൻ സൈനിക കമാൻഡർ, അതായത് ഇസ്രായേലിൻ്റെ സൈനിക കമാൻഡർ മെദാൻ കഹാനെ പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ മിസൈലുകൾ സർവനാശകാരികളാണ്. അത് പതിച്ചാൽ ഒരുപക്ഷെ ഇസ്രായേലിന് അത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രതിരോധിക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് പതിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടായാൽ വലിയ നാശമുണ്ടാകും. ഒരുപക്ഷെ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ സംഭവിച്ചതുപോലെ ആയിരിക്കും എന്ന ഒരു പ്രസ്താവന ഇസ്രായേലി മുൻ സൈനിക കമാൻഡർ മെദാൻ കഹാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായി ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്രായേൽ ഇൻ്റലിജൻസിനെ ഉദ്ധരിച്ചു വരുന്ന വാർത്തകളാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ സഖ്യകക്ഷികളും ആ മേഖലയിൽ ഒരുക്കി വച്ചിരിക്കുന്ന ആയുധങ്ങളും കപ്പലുകളും ഒന്നും പോരാ. അത് ഒരു 3-4 ദിവസത്തെ യുദ്ധത്തിൽ മാത്രമേ ഇറാനോടൊപ്പം പിടിച്ചു നിർത്താൻ കഴിയൂ എന്നാണ്. അതായത് അമേരിക്ക വലിയൊരു സൈനിക ശക്തിയാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ ആ പ്രോസസ്സിങ്, ആ സാധനങ്ങൾ, യുദ്ധത്തിന് വേണ്ടുന്ന സാധനങ്ങൾ ഇറാൻ തീരത്തേക്ക് കൊണ്ടുവരുന്നതിന് കുറച്ചധികം ദിവസങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോഴുള്ള സന്നാഹങ്ങൾ ഇറാനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുവാൻ 3-4 ദിവസങ്ങൾക്കകം തീർന്നു പോകുന്ന തരത്തിലേ ഉള്ളൂ എന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഇൻ്റലിജൻസ് പുറത്തുവിടുന്നതായിട്ടുള്ള വിശകലനങ്ങളുമുണ്ട്. മറ്റൊന്ന്, ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ വൈകുന്നതിന് കാരണം റഷ്യ നൽകിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആണ് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നതാണ്. മെസ്കോവ് 1 പാസിഫ് റഡാർ ഇൻ്റലിജൻസ് സിസ്റ്റം, അതുപോലെ ക്രോസുക്ക 4 മുതലായ റഷ്യയുടെ അത്യന്താധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത് ഏകദേശം 400 കിലോമീറ്റർ ദൂരെ നിന്ന് പോലും യുദ്ധവിമാനങ്ങളെ തിരിച്ചറിയുവാനും എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് സന്ദേശം അയക്കുവാനും കഴിയുന്നതാണ്. അങ്ങനെ ആ വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇറാന് റഷ്യ കൈമാറിയിട്ടുണ്ട് എന്ന വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഹോർമൂസ് കടലിടുക്കിൽ സഞ്ചരിക്കുന്ന അമേരിക്കയുടെ നാവിക യുദ്ധക്കപ്പലുകളും ഒപ്പം ഇറാൻ്റെ യുദ്ധക്കപ്പലുകളും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പരസ്പരം ഭീഷണികൾ, അതായത് റേഡിയോ സന്ദേശങ്ങളിലൂടെ ഭീഷണികളും മുന്നറിയിപ്പും നൽകുന്ന രീതിയിലുള്ള സമീപനങ്ങളുണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ചൈന ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തിന് കരുത്താകുന്ന OLC-8B റഡാറുകൾ കൈമാറി എന്ന ഒരു നിഗമനവും വിശകലനവും ഒക്കെ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. അതായത് ചൈനയും റഷ്യയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി ഒക്കെയും കാര്യക്ഷമമായി അടുത്ത് നിന്ന് പ്രതിരോധ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്ന, ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പശ്ചിമേഷ്യ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.